ഹലോ ജോയ് ചേട്ടാ, ചേച്ചി സുഖമാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മുടെ പ്രോജക്റ്റിൻ്റെ ഒരു ചെറിയൊരു പ്രസൻറ്റേഷനാണിത്. ഓക്കെ, അപ്പം ഞാൻ നിങ്ങളെ അന്ന് വീട്ടിൽ കാണാൻ വന്നിരുന്നു. അന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടത് നിങ്ങൾക്ക് ഒരു കുറച്ചും കൂടെ റീകോൺഫിഗർ ചെയ്ത് നിങ്ങളുടെ വീട് ഒന്ന് തിങ്ക് ചെയ്യണം. അതോടൊപ്പം നിങ്ങൾക്ക് കൂടുതൽ സ്പേസ് വേണം. ഒരു പുതിയൊരു ബാക്കിലൊരു കിച്ചൺ, പിന്നെ ലോട്ട് ഓഫ് ലൈറ്റ് ആൻഡ് വെന്റിലേഷൻ, ഇതൊക്കെയാണ് നിങ്ങൾ എന്നോട് ഡിസൈൻ ബ്രീഫിൽ ആവശ്യപ്പെട്ടത്. അപ്പം എല്ലാ പ്രോജക്റ്റിനും ഒരു ഫീസിബിലിറ്റി സ്റ്റഡി ആവശ്യമാണ്. സോ നിങ്ങളുടെ പ്രോജക്റ്റ് ഒരു വളരെ ഫീസിബിൾ ആയിട്ടുള്ളൊരു പ്രോജക്റ്റാണ്. Some projects are feasible but economically not viable, and some are economically viable but not feasible because of various constraints. Accessibility is a very important point when it comes to construction in the UK, because a lot of us have very tight spaces. But in your case, നിങ്ങൾ വലിയ ലക്കിയാണ്. നിങ്ങൾക്ക് ലോട്ട് ഓഫ് സ്പേസ് ഉണ്ട് ബാക്കിൽ. ഓൾസോ മെഷീനറീസിന് ആക്സസ് ചെയ്യാൻ നിങ്ങളുടെ സൈറ്റിൽ കൺസ്ട്രെയിൻസ് ഒന്നുമില്ല. അപ്പം ഒരു മിനി ഡിഗർ വരെ കയറിപ്പോണെങ്കിൽ പറ്റുന്ന ഒരു ഡയമെൻഷൻസ് ആണ് ഞാൻ ഈ കാണിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇറ്റ്സ് ക്വൈറ്റ് പോസിബിൾ. പിന്നെ മറ്റൊരു പോയിന്റ് ഡെലിവറിയാണ്. മെറ്റീരിയൽസ് ഡെലിവറി ചെയ്യാനും നിങ്ങൾക്ക് സൈറ്റിന് നല്ല ആക്സസിബിലിറ്റിയാണ്. സോ ഇപ്പം അറ്റ് ദ മോമെൻറ്റ് ദർ ആർ നോ ബിൽഡ് കൺസ്ട്രെയിൻസ്. സോ ഇറ്റ്സ് എ വയബിൾ ആൻഡ് ഫീസിബിൾ പ്രോജക്റ്റ്. മറ്റൊരു കാര്യം, ഞാൻ ഈ ഡിസൈൻ ഡിസ്കസ് ചെയ്യുന്നത് എൻ്റെ കുറേ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസസ് വെച്ചാണ്. നമ്മളിവിടെ വീട്ടിൽ താമസിച്ചുകൊണ്ടൊക്കെ പണിയുമ്പോൾ ഏറ്റവും ലീസ്റ്റ് ഡിസ്ട്രപ്റ്റീവ് ആയിട്ടുള്ളൊരു ഡിസൈൻ ആയിരിക്കും ഞാൻ കഴിവതും ശ്രമിക്കുക. ഞാൻ ഈ വീട് എൻ്റെ വീടാണെങ്കിൽ എങ്ങനെ പണിയുമെന്നുള്ള രീതിയിൽ ചിന്തിച്ചാണ് മിക്ക ഡിസൈനുകളും ചെയ്യാറ്. പക്ഷേ നിങ്ങളുടെയൊക്കെ ആവശ്യങ്ങൾ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഓക്കെ, സോ നമ്മുടെ ഈ വീടിൻ്റെ എക്സിസ്റ്റിംഗ് ലേ ഔട്ടാണ് ഈ കാണുന്നത്. നിങ്ങളുടെ എൻട്രൻസ് ഡോർ ഈ വശത്താണ് വീടിൻ്റെ. അവിടെയാണ് എൻട്രൻസ് ഹോളും വന്നിരിക്കുന്നത്. അവിടുന്ന് രണ്ട് ബെഡ്റൂം ആണ് ഇവിടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും. പിന്നെ ഒരു തേർഡ് ബെഡ്റൂം ഉണ്ട്. അത് നിങ്ങൾ ഡൈനിങ് റൂമായിട്ടാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ ലിവിങ് റൂം ഇതാണ്. കിച്ചൺ ഇവിടെയാണ്. കിച്ചണിൽ കൂടെയാണ് നമ്മൾ ബാക്കിലെ വലിയ ഗാർഡനിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഡിസൈൻ്റെ ഒരു ഫ്ലോർ പ്ലാനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് ഒന്ന് മാറി ചിന്തിച്ച് നിങ്ങളുടെ വീടിന് കുറച്ചും കൂടെ ഭംഗി വരുത്തുവാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതോടൊപ്പം നിങ്ങൾക്ക് കൂടുതൽ സ്പേസ് കിട്ടും. നമുക്ക് ബാത്റൂംസൊക്കെ എൻസ്യൂട്ട് ആക്കി ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു ചിന്തയാണ്. പിന്നെ നമുക്ക് സ്പേസ് യൂട്ടിലൈസേഷൻ, നമുക്ക് ചില സ്പേസൊക്കെ റീക്ലെയിം ചെയ്യാം. പഴയ ഡിസൈനിൽ നിന്ന് പുതിയ ഡിസൈനിലേക്ക് വരുമ്പോൾ കുറേ സ്പേസുകളൊക്കെ ഞാൻ റീക്ലെയിം ചെയ്ത് നമ്മുടെ വീടിന് കൂടുതൽ ഫങ്ഷണാലിറ്റി വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ ഇവിടെയായിരുന്നു നമ്മുടെ ഓൾഡ് എൻട്രൻസ് ഡോറും അതായിരുന്നു ഹോൾവേയും. അത് ഒന്ന് മാറ്റി നമ്മളിത് ഇപ്പോൾ ഫ്രണ്ടിലേക്കാക്കി. അപ്പോൾ അവിടെ ഒരു ഗ്രാൻഡ് ഓപ്പണിംഗ്, നല്ലൊരു ബിഗ് ഹോൾവേ. ആ ഹോൾവേക്ക് നമ്മളൊരു നല്ലൊരു ലുക്ക് വരാൻ ഫ്രണ്ടിലൊരു നല്ലൊരു ഡോറ്, ആ ഡോറിന് രണ്ട് സൈഡ് പാനൽസുള്ള ഡോറ്. ഈ സൈഡ് പാനൽസ് നമ്മൾ ഗ്ലാസ്സിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ഹോൾവേയിലേക്ക് നല്ല വെട്ടവും കിട്ടും. അതൊരു നല്ലൊരു പ്ലസൻറ്റ് സ്പേസായി മാറും. അപ്പോൾ ഈ ഹോൾവേയിൽ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സുകളും ഒക്കെ വെക്കാം. അപ്പോൾ അതോടൊപ്പം ഈ ഹോൾവേക്ക് നല്ല സ്പേഷ്യസ് ഹോൾവേ ആണ്. അപ്പോൾ നമുക്ക് ഈ സൈഡിലോ അല്ലെങ്കിൽ ഈ റൈറ്റ് സൈഡിലോ കബോർഡ്സ് ഒക്കെ വെക്കുകയാണെങ്കിൽ നമ്മുടെ വിൻ്റർ ജാക്കറ്റ്സ്, ഷൂസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാം. അത് അടച്ചിട്ട് കഴിഞ്ഞാൽ ആരും കാണത്തില്ല. അപ്പോൾ കയറുമ്പോൾ തന്നെ ഒരു ക്ലീൻ ആൻഡ് നൈസ് ആംബിയൻസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഈ എൻട്രൻസ് ഡോറിന് ഒരു ഔട്ട്സൈഡ് ഒരു കാനപ്പിയും ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ആ കാനപ്പി ഒരു ലുക്ക് കിട്ടാൻ വേണ്ടി ആണ്. പക്ഷേ നമ്മുടെ വെൽക്കമിങ് പോയിന്റ് ഈ ഈ ഈ ഹോൾവേ തന്നെയാണ്. ഓക്കെ, അപ്പോൾ
നമുക്ക് ഇവിടെ ഹോൾവേ ആയതുകൊണ്ട് നമ്മുടെ പഴയ ഹോൾവേ നമ്മൾ റീക്ലെയിം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പഴയ ബെഡ്റൂമിൻ്റെ ഡോറ് ഈ സൈഡിലായിരുന്നു. അപ്പോൾ അത് നമ്മൾ മാറി ഈ സൈഡിൽ ഈ വോളിൽ നിന്ന് ഡോറ് കൊടുക്കുകയാണെങ്കിൽ ഈ ബെഡ്റൂമിന് ഡോറ് ഇവിടെ വരുന്നു, ഈ ബെഡ്റൂമിലേക്ക് കയറുന്നു. ഇതിപ്പോൾ ഒരു മറ്റൊരു കാര്യം, ഈ ലേഔട്ടിൽ കാണുന്ന ഫർണിച്ചേഴ്സ്, ആക്സസറീസ്, കമോഡ്സ്, വാഷ് ബേസിൻസ്, ബെഡ്, സോഫ ഫർണിച്ചേഴ്സ് എല്ലാം ആക്ച്വൽ ഫിസിക്കൽ മോഡൽസിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. അപ്പം അതിന് ചുറ്റിനും എന്തൊക്കെ സ്പേസ് ഉണ്ടോ അതൊക്കെ നമുക്ക് ആക്ച്വലി അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്കൊരു ഗുഡ് വിഷ്വലൈസേഷന് ഇത് വളരെ ഉപയോഗമാണ്. അപ്പോൾ ഓക്കെ, ഈ ബെഡ്റൂമിൽ നമുക്കൊരു ഡബിൾ ബെഡ് ഇടാൻ പറ്റും. അതിൽ നിന്നും ഈ ബെഡ്റൂമിൽ നിന്ന് നമ്മുടെ പഴയ ഹോൾവേ നമ്മൾ റീക്ലെയിം ചെയ്ത് അതൊരു എൻസ്യൂട്ടാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ എൻസ്യൂട്ടിലൊരു ഷവർ ട്രേ ഉണ്ട്, ഒരു വാഷ് ബേസിനുണ്ട്, ഒരു ടോയ്ലറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടുത്തെ ഡോർവേ അടയ്ക്കുമ്പോൾ അവിടെ ഒരു വിൻഡോയ്ക്കുള്ള മാത്രം സ്പേസ് ഇട്ട് അവിടെ ഒരു വിൻഡോ വെച്ചിട്ട് ബാക്കി നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനുശേഷം ഇതാണ് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ലിവിങ് റൂം. അതിൻ്റെ ഡോറ് മാറ്റങ്ങളൊന്നുമില്ല, അത് അതുപോലെ തന്നെ നിർത്തുന്നു. അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന ഡിസൈൻ ഫീച്ചർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡബിൾ ബെഡ്റൂമായിട്ട് തന്നെ നമുക്ക് മാറ്റാം. ഇതാണ് ബെഡ്റൂം നമ്പർ 2. അപ്പം നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ബാക്കിലേക്ക് നമ്മൾ കിച്ചൺ മാറ്റുന്നത് കൊണ്ട് നമ്മുടെ പഴയ കിച്ചൺ നമുക്ക് റീക്ലെയിം ചെയ്യാൻ പറ്റും പല കാര്യങ്ങൾക്കായിട്ട്. അപ്പോൾ ഇതിവിടെ 3 കാര്യങ്ങൾക്കായി നമ്മുടെ പഴയ കിച്ചനെ നമ്മളിവിടെ യൂട്ടിലൈസ് ചെയ്യുകയാണ്. ഒന്ന്, ഈ ബെഡ്റൂം നമ്പർ 2-ന് അതൊരു എൻസ്യൂട്ടായിട്ട് നമുക്ക് കുറച്ച് സ്പേസ് റീക്ലെയിം ചെയ്യാം. ആ എൻസ്യൂട്ടിൽ ഒരു ഷവർ ട്രേ, വാഷ് ബേസിൻ, ടോയ്ലറ്റ്. അത് കഴിഞ്ഞിട്ട് കിച്ചൻ്റെ ബാക്കി ഭാഗം നമ്മളൊരു യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് ഉപയോഗിക്കുകയാണ്. ഇവിടെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു യൂട്ടിലിറ്റി സ്പേസ്. നമുക്ക് വാഷിങ്, ടെമ്പിൾ ഡ്രയർ, വാഷിംഗ് മെഷീൻ അങ്ങനെ വെക്കാം. പിന്നെ ഈവൻ ഇതൊരു കറി കിച്ചണായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം നമ്മളിങ്ങനെ ഒരു ഡിസൈൻ വരുമ്പോൾ നമ്മുടെ ഡേ ടു ഡേ യൂസിങ് കിച്ചൺ ഇതാക്കി മാറ്റാം. പിന്നെ നമുക്കുള്ള പുതിയ കിച്ചൺ അതൊരു മോർ ഫോർമൽ ഒഫീഷ്യൽ ഒരു ഷോ കിച്ചൺ പോലെ കീപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. അതൊന്ന് കാണിക്കാനാണ് ഞാനിവിടെ ശ്രമിച്ചിരിക്കുന്നത്. അപ്പം പിന്നെ തേർഡ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഇതൊരു ക്ലോസറ്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് ഗസ്റ്റുകൾക്ക്, നമ്മുടെ വീട്ടിൽ സ്റ്റേ ചെയ്യാത്ത ആൾക്കാർക്ക്, വിസിറ്റേഴ്സിനൊക്കെ യൂസ് ചെയ്യാനുള്ളൊരു ക്ലോസറ്റ്. അപ്പോൾ നമുക്ക് ബെഡ്റൂമിലെ നമ്മുടെ എൻസ്യൂട്ടുകളിലൊന്നും ആർക്കും ആക്സസ് ചെയ്യാണ്ട് നമുക്ക് ഗസ്റ്റുകൾക്ക് ഈ ക്ലോസറ്റ് യൂസ് ചെയ്ത് പോകാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ ഇവിടെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു നേരത്തെ ബാത്റൂം ഇരുന്ന്, അതും നമ്മളത് റീക്ലെയിം ചെയ്തു. അത് നമ്മുടെ ബാക്കിലെ പുതിയ എക്സ്റ്റൻഷൻ്റെ ഒരു ഗ്രാൻഡ് ഓപ്പണിംഗ് ആയിട്ട് നമ്മളത് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു ഓപ്പണിംഗ് അറൗണ്ട് 2 meters വിഡ്ത്തിൽ നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ആ വോള്. അപ്പം ഇറ്റ് ഡ്രോസ് പീപ്പിൾ ഇൻ ടു ദി ഗാർഡൻ. നമുക്ക് വളരെ മനോഹരവും വളരെ വിശാലവുമായ ഗാർഡൻ ഉള്ളതുകൊണ്ട് അതിലേക്ക് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഈ ബാക്കിലെ വോള് ഫുൾ 2 meter വിഡ്ത്തിൽ തുറന്നിരിക്കുകയാണ്. അപ്പോൾ അതുവഴി നമുക്ക് ലൈറ്റും കയറി വരും. അതോടൊപ്പം ഇതാണ് നിങ്ങളുടെ ബെഡ്റൂം 4. അതിൻ്റെ എക്സിസ്റ്റിംഗ് ഡോർ ഇവിടുന്നാണ്. അത് നമ്മളൊന്ന് മാറ്റി ഇവിടുന്ന് കൊടുക്കുന്നു. അപ്പം ഈ ഹോൾവേന്ന് ഈ ബെഡ്റൂമിലേക്ക് കയറുന്നു. ഈ ബെഡ്റൂമിന് ഇപ്പോൾ കറൻ്റ്ലി എൻസ്യൂട്ട് ഇല്ല, പക്ഷേ ഇത് നമുക്ക് ഒരു കൺസെപ്റ്റ് ഉണ്ട്, ജാക്ക് ആൻഡ് ജിൽ എന്ന് പറഞ്ഞ. അതായത് ഈ ബെഡ്റൂം 4-നും ബെഡ്റൂം 3-ക്കും തമ്മിൽ കോമൺ ആയിട്ട് ഒരു മിഡിലൊരു ബാത്റൂം കൊടുക്കും. അതിനാണ് ജാക്ക് ആൻഡ് ജിൽ എന്ന് പറയുന്നത്. അത് നമുക്ക് ഒരു ഓപ്ഷനായിട്ട് ഓപ്ഷൻ 2-ൽ ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഇതോടുകൂടി നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ഈ ബെഡ്റൂമിൻ്റെ വിൻഡോ ബാക്ക് വോളിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ നമ്മൾ ബാക്കിൽ എക്സ്റ്റൻഷൻ പണിയുമ്പോൾ നമ്മളിവിടെ സൈഡ് വോളിലേക്ക് ഒരു വിൻഡോ ഓപ്പണിംഗ് ഉണ്ടാക്കണം. ഇത് നിങ്ങളുടെ ലൈറ്റിൻ്റെ ആവശ്യം അനുസരിച്ച് ഞാനൊരു നല്ലൊരു വലിയൊരു വിൻഡോ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഫാർ ഓക്കെ. ഇനി നമ്മുടെ ബാക്കിലെ
നല്ലൊരു വലിയൊരു സ്പേസ് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന സ്പേസിൻ്റെ ആസ്പെക്ട്സ് ഡിസ്കസ് ചെയ്യാണ്. ഇതൊരു ഏകദേശം ഒരു 5.3 മീറ്റർ ബാക്കിലേക്ക് നമ്മൾ തള്ളിയാണ് ഇതിൻ്റെ ലേ ഔട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ വീടിൻ്റെ ബാക്ക് വോൾ ഇതാണ് കറൻ്റ്ലി. Now the back wall will become this, which is 5.3 meters from the current back wall. അപ്പോൾ അവിടെ നമ്മൾ ഒരു ഓപ്പൺ പ്ലാൻ ലിവിങ് കൺസെപ്റ്റാണ് ഇപ്പോൾ ഈ ഡിസൈനിൽ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ കൂടുതലും UK-യിൽ ഒരു ഓപ്പൺ പ്ലാൻ ലിവിങ്ങിലേക്കാണ് മിക്ക ന്യൂ ബിൽഡിങ്ങിലുമൊക്കെ കണ്ടുവരുന്നത്. അതോടൊപ്പം നിങ്ങൾക്ക് പുതിയതായിട്ടൊരു ബെഡ്റൂം, നിങ്ങളുടെ ഗാർഡനിലേക്ക് വ്യൂ ഉള്ളൊരു നല്ലൊരു മാസ്റ്റർ ബെഡ്റൂം ഇവിടെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബെഡ്റൂമിന് ആക്സസ് ഒരു എൻസ്യൂട്ടും ഇവിടെ ഉണ്ട്. ഓക്കെ, എൻസ്യൂട്ടിൽ ഷവർ ട്രേ, വാഷ് ബേസിൻ, ടോയ്ലറ്റ് എല്ലാം ഉണ്ട്. അതോടൊപ്പം ഒരു ചെറിയൊരു വിൻഡോയും ഉണ്ട്. അപ്പോൾ ഇതൊരു ഈ സ്പേസ് എല്ലാം നമുക്ക് ഈ കാണുന്ന ഗ്രേ എയർഡ് സ്പേസ് എല്ലാം നമുക്ക് ഫ്രീ സ്പേസുകളാണ്. ഫർണിച്ചേഴ്സൊക്കെ ആക്ച്വൽ ഫിസിക്കൽ ഫർണിച്ചേഴ്സിൻ്റെ സൈസ് കഴിഞ്ഞിട്ട് കിട്ടുന്ന സ്പേസുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയൊരു കിച്ചൺ. അതൊരു ഷേപ്പിലാണ് ഞാൻ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇവിടെ വാഷ് ബേസിൻ ഇവിടെ വെക്കാം, ഇവിടെ ഗ്യാസ് ഹോബ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഹോബ് ആണെങ്കിൽ അതിവിടെ വെക്കാം. പിന്നെ ഇവിടെ ഒരു അമേരിക്കൻ ഫ്രിഡ്ജ്, ഡബിൾ ഡോർ ഫ്രിഡ്ജ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ടവർ യൂണിറ്റ്സ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അവൻ, മൈക്രോവേവ് ഒക്കെ വെക്കാനുള്ള ടവർ യൂണിറ്റാണ്. അപ്പോൾ നമുക്ക് ഈ വോളും നമുക്ക് വോൾ ക്യാബിനറ്റ്സിന് യൂസ് ചെയ്യാം. ഈ വർക്ക് ടോപ്പിൻ്റെ അണ്ടർനീത്തിലുള്ള എല്ലായിടത്തും അണ്ടർ വർക്ക് ടോപ്പ് ക്യാബിനറ്റ്സും എല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ യൂട്ടിലിറ്റിയിലേക്ക് നമുക്ക് ആക്സസ് ഈ കിച്ചണിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ ഈ കിച്ചനും ഈ യൂട്ടിലിറ്റിയും കിച്ചനും വളരെ ക്ലോസ് ബൈ, വളരെ ഫങ്ഷണലാണ്, ഈസിയാണ്, എല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കും. ഇവിടെ നമ്മളിപ്പോൾ ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് ആക്ച്വൽ ഒരു 2 മീറ്റർ ലോങ് ഡൈനിങ് ടേബിളാണ്. ഇഷ്ടംപോലെ സ്പേസ് അറൗണ്ട് ഉണ്ട്. ഇതൊക്കെ ചെയർസ് നമ്മൾ പുൾ ഔട്ട് ചെയ്തിരിക്കുന്ന ഒരു റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ നമുക്ക് കാണാം അതിനകത്ത് ആവശ്യത്തിന് സ്പേസ് ഉണ്ട്. അതോടൊപ്പം ഞാനിവിടെ ഒരു 3 സീറ്റർ സോഫയും ഇവിടെ ഒരു 2 സീറ്റർ സോഫയുമാണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ നടുക്കൊരു കോഫി ടേബിളും കാണിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ബാക്കിലെ നല്ലൊരു ഗാർഡൻ്റെ വ്യൂ ഹിൻഡർ ചെയ്യാതിരിക്കാൻ വേണ്ടി നല്ല 2 ഗ്ലാസ് യൂണിറ്റ്സ്, ഗ്ലാസ് ബൈഫോൾഡ് ഡോർസ് അല്ലെങ്കിൽ സ്ലൈഡിംഗ് ഡോർസ് നമുക്കിവിടെ വെക്കാം. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. Okay, so let's go and have a look at the 3D views. I think എല്ലാം ഞാൻ പറഞ്ഞെന്ന് വിചാരിക്കുന്നു. കൂടുതൽ പോയിന്റ്സ് നമുക്ക് 3Dയിൽ കണ്ട് സംസാരിക്കാം. ഓക്കെ, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ഒരു ഐസോമെട്രിക് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഇതൊരു കാനപ്പി ഉണ്ട് ഇവിടെ. ഇതാണ് ഫ്രണ്ട് ഡോറ് വിത്ത് 2 സൈഡ് പാനൽസ്. ഈ സൈഡ് പാനൽസ് നമുക്ക് ഗ്ലാസ്സിൽ ചെയ്യുകയാണെങ്കിൽ ലൈറ്റ് കിട്ടും. ഇതാണ് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വിൻഡോസ്. ഇതാണ് നമ്മൾ ഒരു ബെഡ്റൂമിന് ഈ സൈഡിൽ വിൻഡോ നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ആ എൻസ്യൂട്ടിൻ്റെ ചെറിയ വിൻഡോ. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ചെറിയ ബാത്റൂം വിൻഡോ. ഇത് നമ്മളൊരു പെർസ്പെക്റ്റീവ് വ്യൂ ഫ്രം അനദർ ആംഗിൾ, ഫ്രം ബാക്ക് സൈഡ്. ഇപ്പോൾ ബാക്ക് സൈഡിൽ ഞാനൊരു ഫ്ലാറ്റ് റൂഫാണ് ഇപ്പോൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അതിനോ നിങ്ങൾക്ക് ഫ്ലാറ്റ് റൂഫിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷേ നമ്മൾ ഹിപ്ഡ് റൂഫ് അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ റൂഫിലേക്ക് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് റൂഫിൻ്റെ അതിലേക്കൊക്കെ അത് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ കുറേ അധികം വർക്കുണ്ട്, കോസ്റ്റ്ലി ആയിരിക്കും. കാരണം ഹിപ്പ് റൂഫ്സ് ഇതൊരു ഇൻ ടേംസ് ഓഫ് സർഫസ് ഏരിയ ഒരു ഫ്ലാറ്റ് റൂഫിന് ഇത്ര സർഫസ് ഏരിയ ആണെങ്കിൽ ഒരു ഹിപ്പ് റൂഫിന് അതിൻ്റെ ഒരു 3 times സർഫസ് ഏരിയ ഉണ്ട്. അപ്പം ദ കോസ്റ്റ് ഈസ് ഗോയിങ് ടു ഗോ അപ്പ് ബിക്കോസ് യു ഹാവ് ടു ഹാവ് സോ മെനി ടൈൽസ് ഫോർ ഓൾ ദോസ് ഏരിയ, സോ മച്ച് ടിമ്പർ വർക്ക് ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം മോഡേൺ ആയിട്ട് ഫ്ലാറ്റ് റൂഫൊക്കെ പല ടെക്നോളജി വന്നിട്ടുണ്ട് പുതിയതായിട്ട്. ഈ PDM എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ PDM ഇറ്റ്സ് ലൈക്ക് എ റബ്ബറൈസ്ഡ് റൂഫ്.
which gives 50 years guarantee. ഫ്ലാറ്റ് റൂഫ് എന്ന് പറയുന്നത് പ്രോപ്പർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ ബി ഓൾവേസ് ബി എ ലോ പിച്ച്. ഇറ്റ് ഈസ് നെവർ എ ഫ്ലാറ്റ് റൂഫ്. ഇറ്റ്സ് നെവർ ഷുഡ് ബി എ ഫ്ലാറ്റ്, ടോട്ടലി ഫ്ലാറ്റ്. ഒരു ലോ പിച്ചിൽ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളമൊന്നും അവിടെ കെട്ടിക്കിടക്കത്തില്ല. നിങ്ങൾക്ക് ഇതൊന്ന് ഞാൻ കോസ്റ്റ് എഫക്റ്റീവ്നെസ്സിനെ ഉദ്ദേശിച്ചാണ് ഇങ്ങനെയൊക്കെ ഞാൻ കാണിക്കുന്നത്. നിങ്ങൾക്ക് പക്ഷേ ആവശ്യമുള്ള രീതിയിൽ നമുക്ക് റീഡിസൈൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ബൈഫോൾഡ് ഡോസ് അല്ലെങ്കിൽ സ്ലൈഡിംഗ് ഡോസ് നമ്മൾ പുറകിൽ വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ബെഡ്റൂമിൻ്റെ, മാസ്റ്റർ ബെഡ്റൂമിൻ്റെ വിൻഡോ. ഈവൻ ഇത് ഒരു ഇതേപോലെ തന്നെ ഒരു ബൈഫോൾഡ് ആണ് ഇവിടെ വെക്കുന്നെങ്കിൽ ഇത് വിൽ ബി മോർ ബ്യൂട്ടിഫുൾ. എന്നിട്ട് അവിടെ ഒരു കർട്ടൻ ഇട്ടാലും മതി. അപ്പോൾ ബെഡ്റൂമിൻ്റെ പ്രൈവസിയും കിട്ടും. പക്ഷേ നമുക്ക് ആവശ്യമുള്ളപ്പം കർട്ടൻ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ലൈറ്റും നല്ലൊരു വ്യൂവും കിട്ടും. ഗാർഡൻ ബെഡ്റൂമിൽ ബെഡ് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഗാർഡൻ ഒക്കെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിതൊരു വീടൊന്ന് ഇതൊരു കട്ട് ചെയ്ത് ഡൈസെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടെന്നുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത്. കുറച്ചും കൂടി ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഈസി ആകാൻ വേണ്ടി 3Dയിൽ നമ്മൾ ഇത് കാണുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ കാനപ്പിയുടെ ഒരു കട്ട് സെക്ഷനാണ് ഈ കാണുന്നത്. ഇതാണ് നമ്മുടെ ഫ്രണ്ടിലെ പുതിയ ഹോൾവേ. ഇതാണ് നമ്മുടെ എൻസ്യൂട്ട് ഫ്രം ദിസ് ബെഡ്റൂം. ഇത് നമ്മൾ റീക്ലെയിം ചെയ്ത സ്പേസ് ആണ്. അപ്പോൾ ഇവിടെ കാണുന്ന ഈ ഇത് കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ ഓപ്പണിംഗ്. ഈ ഓപ്പണിംഗ് ആണ് നമുക്ക് നമ്മുടെ ഈ ഡോർ തുറന്നു കഴിയുമ്പോൾ കാണുന്നത് തന്നെ നമ്മുടെ ഈ ഗ്ലാസ് വഴി ഉള്ള ബാക്ക് വ്യൂ ആയിരിക്കും കാണുന്നത്. അപ്പോൾ ഇറ്റ് ഡ്രോസ് പീപ്പിൾ ടു ദ ബാക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പഴയ കിച്ചൺ. നമ്മൾ റീപർപ്പസ് ചെയ്ത് ഒരു യൂട്ടിലിറ്റി ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ ഒരു എൻസ്യൂട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ ഒരു ചെറിയൊരു ക്ലോസറ്റ് ടോയ്ലറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ ഡൈനിങ് ടേബിൾ കാണാം, വർക്ക് ടോപ്പ് കാണാം, സോഫ, കോഫി ടേബിൾ, സോഫ, ഫ്രിഡ്ജ്, ടവർ യൂണിറ്റ്, ഗ്യാസ് ഹോബ്. ഓക്കെ, ഇത് വേറെ ആംഗിളിൽ നിന്നുള്ളൊരു സെയിം വ്യൂ. ഇതാണ് ഫ്രണ്ട് സൈഡ്, ഇത് ബാക്ക് സൈഡ്. ഓക്കെ, ഇതൊരു നമ്മുടെ ആ ഗ്ലാസിൻ്റെ ഒക്കെ വ്യൂ കാണാനായിട്ട് ഞാനിങ്ങനെ ഡിസൈൻ കാണിച്ചിരിക്കുന്നതാണ്. സോഫ, കോഫി ടേബിൾ, വർക്ക് ടോപ്പ്, ഡൈനിങ് ടേബിൾ ഒക്കെ ഇവിടെ കാണാം. വിൻഡോ ബാക്ക്, നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ വിൻഡോ ഇതാണ്. ഓക്കെ, ഇതൊരു വേറൊരു വ്യൂ ആണ്. കുറച്ചും കൂടെ വേറെ ആംഗിളിൽ നിന്നെടുത്തുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത്. ഓക്കെ, ഇത് കിച്ചൻ്റെ വേറൊരു സൈഡിൽ നിന്നുള്ളൊരു വ്യൂ. ഈ കാണുന്നതാണ് വർക്ക് ടോപ്പ്. ഇതാണ് നമ്മുടെ യൂട്ടിലിറ്റി സ്പേസ്. ഇതാണ് ടവർ യൂണിറ്റ് ഫോർ അവന്, മൈക്രോവേവ് ഒക്കെ വെക്കാൻ. ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ്. ഓക്കെ, ഇത് നമ്മുടെ വീടിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. ഇതാണ് നമ്മുടെ ആ ബെഡ്റൂമിന് പുതിയതായിട്ട് കൊടുക്കുന്ന വിൻഡോ. ക്വൈറ്റ് ബിഗ് 1 2 3 4 പാനൽസിൻ്റെ ഒരു ബിഗ് വിൻഡോ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ആ ബാക്കിലെ റിയർ കിച്ചന് റൂഫ് ഹൈഡ് ചെയ്തിട്ടുള്ളൊരു വ്യൂ ആണ്. ഇവിടെ നമുക്ക് ബെഡ്റൂം കാണാം. കുറച്ചും കൂടെ ക്ലോസപ്പ് ആയിട്ട് നമുക്ക് അത് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി. ഇതാണ് നമ്മുടെ ആ ഓപ്പണിംഗ്. ഓക്കെ, ഇതൊരു എൻസ്യൂട്ട്, മാസ്റ്റർ ബെഡ്റൂമിൻ്റെ എൻസ്യൂട്ടിൻ്റെ ഡോറാണ് ഇത് കാണുന്നത്. ഓക്കെ, അഗെയിൻ ഫ്രം അനദർ ആംഗിൾ. ഇത് നമ്മൾ ബാക്കിലെ വ്യൂ ആണ് ഈ കാണുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ സ്ലൈഡിംഗ് ഡോർ അല്ലെങ്കിൽ ബൈഫോൾഡ് വെക്കാം. ഇത് ഇതേപോലെ തന്നെ മാച്ചിങ് ആയിട്ട് ഒരു വൺ മോർ
സ്ലൈഡിംഗ് ഡോർ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ ലുക്ക് കുറച്ചും കൂടെ ഗ്രാൻഡ് ആയിരിക്കും. നമുക്കത് ചെയ്യാം. പക്ഷേ just various options to think about. Okay. So thank you very much for giving us this opportunity, and God bless you. Thank you. Bye.